ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൺ. സദ്യക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു റെസിപ്പിയാണ് സാമ്പാർ. അപ്പോൾ അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഷ്ണങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 തക്കാളി, 2 മുരിങ്ങക്കായ, ഒരു ചെറിയ കഷ്ണം മത്തങ്ങ, ഒരു വലിയ ഉരുളക്കിഴങ്ങ്, 5 വെണ്ടക്കായ. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയാണ്. അത് കുറച്ച് വെള്ളം ചേർത്ത് കുതിർത്ത് വയ്ക്കുക. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് തൂരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റുക. അതിലേക്ക് 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീഡിയം തീയിൽ 5-6 വിസിലടിക്കുക. പിന്നെ ഈ വിസിലിൻ്റെ എണ്ണം ഓരോരുത്തരുടെ കുക്കറിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ 6 വിസിലടിച്ചപ്പോഴേക്കും പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പോരാത്ത ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടി ഞാൻ ചേർത്തിരിക്കുന്നത് ഈസ്റ്റേൻ്റെ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം കായം, ആവശ്യത്തിന് കറിവേപ്പില, ഒരു പച്ചമുളക് കീറിയത്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. പുളിയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ച് ആവി അപ്പം തന്നെ തുറന്നു കളയാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെണ്ടക്കായ തീരെ മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ ഈ കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് വേവിക്കരുത്. ഇത് വേവിച്ചെടുത്തതിന് ശേഷം തുറന്ന് വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് സാമ്പാർ താളിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/4 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മൂപ്പിച്ചെടുക്കുക. പൊടി ചൂടാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് തിളപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി തിളപ്പിക്കാം. ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.